2024 ഏപ്രിൽ 24 ബുധൻ. ഇന്ന് 1199 മേടം 11. വാർത്തകൾ വായിക്കുന്നത് ജി രവി. പ്രചാരണ കൊടി താഴ്ന്നു മറ്റന്നാൾ ബൂത്തിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് ഒരു മാസത്തിലേറെ നീണ്ട പരസ്യ പ്രചാരണങ്ങൾക്ക് ഇന്ന് വൈകിട്ട് 6 മണിക്ക് കൊടിയിറക്കം. പ്രചാരണ സമാപനം കൊഴുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മൂന്ന് മുന്നണികളും. സംഘർഷം ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതിനു പുറമെ കലാശക്കൊട്ട് കേന്ദ്രങ്ങളും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിശ്ചയിച്ചു നൽകി. മറ്റന്നാൾ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. കലാശക്കൊട്ട് കഴിഞ്ഞാൽ നാളെ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ്. വിവിധ ലോക്സഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പോളിംഗ് സാധനങ്ങളുടെ വിതരണം നാളെ നടക്കും. ഇന്ന് വൈകിട്ട് മുതൽ വോട്ടെടുപ്പ് തീരുന്നതുവരെയുള്ള 48 മണിക്കൂർ മദ്യവിൽപ്പന നിരോധിച്ചു. ബാങ്കുകൾക്കടക്കം 26-ന് അവധി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിനമായ 26-ന് സംസ്ഥാനത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, വാണിജ്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. ബാങ്കുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്കും അന്ന് അവധിയായിരിക്കും. സൈബർ തട്ടിപ്പ് കേന്ദ്രം കടുപ്പിക്കുന്നു. നിരീക്ഷണത്തിൽ 11,000 മൊബൈൽ നമ്പറുകൾ. സൈബർ തട്ടിപ്പുമായി ബന്ധം സംശയിക്കുന്ന 11,000 മൊബൈൽ നമ്പറുകൾക്കെതിരെ നടപടിയെടുക്കാൻ കമ്പനികൾക്ക് കേന്ദ്ര ടെലികോം വകുപ്പ് നിർദ്ദേശം നൽകി. ഈ മൊബൈൽ നമ്പറുകളുടെ KYC പരിശോധന വീണ്ടും നടത്താനും അത് പറ്റിയില്ലെങ്കിൽ സിം ബ്ലോക്ക് ചെയ്യാനുമാണ് നിർദ്ദേശം. സിം ബ്ലോക്കായാൽ ഇവ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളുടെ IMEI നമ്പറും വിലക്കും. ചുരുക്കത്തിൽ സിം ഉണ്ടായിരുന്ന ഫോണുകളും ഉപയോഗിക്കാൻ കഴിയാതെ വരും. സൈബർ തട്ടിപ്പ് ശ്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ചക്ഷു പോർട്ടൽ ആരംഭിച്ചിരുന്നു. ഇതിൽ 20,000-ലേറെ റിപ്പോർട്ടുകളാണ് എത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 11,000 നമ്പറുകൾക്കെതിരെ നടപടിയെടുക്കുന്നത്. യഥാർത്ഥ കമ്പനികളുടെ SMS ഹെഡർ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതിന് 40ഓളം ബൾക്ക് SMS സേവന കമ്പനികളെ വിലക്ക് പട്ടികയിൽപ്പെടുത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മനുഷ്യാവകാശം US റിപ്പോർട്ടിൽ വിമർശനം. മണിപ്പൂർ കലാപത്തിൽ കാര്യമായ അതിക്രമം നടന്നെന്ന് പരാമർശം. മണിപ്പൂർ വംശീയ കലാപത്തിനിടെ കാര്യമായ തോതിൽ അതിക്രമങ്ങൾ നടന്നതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാർഷിക മനുഷ്യാവകാശ റിപ്പോർട്ട് വിലയിരുത്തി. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കും സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമ പ്രവർത്തകർക്കും വിമതസ്വരമുയർത്തുന്നവർക്കുമെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ മെയ്യിൽ തുടങ്ങിയ മണിപ്പൂർ കലാപത്തിൽ 60,000 പേർ ഭവനരഹിതരായി. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനപരമായ നിലപാടെടുത്ത വിവിധ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ സമ്മർദ്ദമോ വേട്ടയാടലോ നടന്നതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. നരേന്ദ്രമോദിക്കെതിരായ ഡോക്യുമെൻ്ററി സംപ്രേഷണം ചെയ്തതിന് BBC-യുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡുകളാണ് ഒരു ഉദാഹരണം. സന്നദ്ധ സംഘടനയായ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിൻ്റെ 2023-ലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഏറെ പിന്നിലാണ്. 180-ൽ 161. പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നതിന് ഉദാഹരണമായി രാഹുൽ ഗാന്ധിയെ ഗുജറാത്ത് കോടതി 2 വർഷം തടവിന് ശിക്ഷിച്ചതും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതേസമയം കഴിഞ്ഞ വർഷം ശ്രീനഗറിൽ ഷിയ മുസ്ലിങ്ങൾക്കും മുഹറം ഘോഷയാത്ര നടത്താൻ അനുമതി നൽകിയതിനെ റിപ്പോർട്ട് പ്രശംസിക്കുന്നുണ്ട്. 1989-ന് ശേഷം കഴിഞ്ഞ വർഷമാണ് സർക്കാർ ഇത് അനുവദിച്ചത്. വിവിധ രാജ്യങ്ങളിലെ മനുഷ്യാവകാശ സ്ഥിതിയെപ്പറ്റി US കോൺഗ്രസിൻ്റെ നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറാക്കുന്ന റിപ്പോർട്ട് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കനാണ് തിങ്കളാഴ്ച പുറത്തുവിട്ടത്. തെറ്റായ വിവരങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും അടിസ്ഥാനത്തിലാണ് US റിപ്പോർട്ട് തയ്യാറാക്കുന്നതെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തിയിരുന്നു. പ്രസംഗ വിവാദം പറഞ്ഞത് ഊന്നിപ്പറഞ്ഞും കൂട്ടിപ്പറഞ്ഞും മോദി. കോൺഗ്രസ് ഭരണം വന്നാൽ ഹനുമാൻ ഭജന കേൾക്കാൻ പോലും അനുവദിക്കില്ലെന്ന ആരോപണം. പരാതികളെക്കുറിച്ച് മൗനം തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിദ്വേഷ പ്രസംഗം നടത്തുന്നുവെന്ന പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം തുടരുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപണങ്ങൾ കടുപ്പിച്ചു. കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ ഹനുമാൻ ചാലീസ, അതായത് ഹനുമാൻ ഭജന കേൾക്കുന്നത് പോലും കുറ്റകരമാകുമെന്ന് അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് വന്നാൽ സമ്പത്ത് വീതം വയ്ക്കുമെന്ന പരാമർശത്തെ തുടർന്ന് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തന്നെ പഴി പറയുകയാണെന്നും ഹനുമാൻ ജയന്തി ദിനമായ ഇന്നലെ രാജസ്ഥാനിലെ ടോങ്കിൽ പൊതുയോഗത്തിൽ മോദി പറഞ്ഞു. നേരത്തെ ബൻസ്വാഡയിൽ കോൺഗ്രസ് മറ്റുള്ളവരുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതം വെച്ച് നൽകുമെന്ന് പറഞ്ഞതിനെ മോദി ന്യായീകരിച്ചു. മോദിയുടെ ഈ പരാമർശം വൻ വിവാദമായിരുന്നു. കോൺഗ്രസും CPM-ഉം CPI-യും ഇതിനെതിരെ പരാതി നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല.
പരാതി ലഭിച്ചുവെന്നും പരിശോധിച്ചുവെന്നുമുള്ള അനൗദ്യോഗിക പ്രതികരണം മാത്രമാണ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് ഉണ്ടായത്. പതഞ്ജലി കേസ് വീണ്ടും സുപ്രീം കോടതി വിമർശനം. പരസ്യവും മാപ്പപേക്ഷയും ഹാജരാക്കണം. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യക്കേസിൽ പതഞ്ജലി സ്ഥാപകൻ രാംദേവ്, MD ആചാര്യ ബാലകൃഷ്ണ എന്നിവരെ സുപ്രീം കോടതി വീണ്ടും രൂക്ഷമായി വിമർശിച്ചു. പത്രങ്ങളിൽ പരസ്യം നൽകിയ അതേ വലിപ്പത്തിലാണോ മാപ്പപേക്ഷ പ്രസിദ്ധീകരിച്ചതെന്ന് ജഡ്ജിമാരായ ഹിമ കോഹ്ലി, അമാനുല്ല എന്നിവർ ആരാഞ്ഞു. കേസിൽ ഇരുവരും നിരുപാധികം മാപ്പപേക്ഷ നടത്തിയിരുന്നു. ഇന്നലെ വിഷയം പരിഗണിച്ചപ്പോൾ 67 പത്രങ്ങളിൽ മാപ്പപേക്ഷ പ്രസിദ്ധീകരിച്ചുവെന്ന് അഭിഭാഷകൻ മുകുൾ രോഹ്തഗി അറിയിച്ചപ്പോഴാണ് വലിപ്പത്തെക്കുറിച്ച് കോടതി തിരക്കിയത്. 2 ദിവസത്തിനുള്ളിൽ ഇവ കൈമാറണമെന്ന് വ്യക്തമാക്കിയ കോടതി വിഷയം 30ലേക്ക് മാറ്റി. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പതഞ്ജലിക്ക് മാത്രമല്ല ബാധകമെന്നും എല്ലാ FMCG ഉൽപ്പന്നങ്ങൾക്കും മരുന്ന് കമ്പനികൾക്കും ഇത് ബാധകമാണെന്നും കോടതി വ്യക്തമാക്കി. ഡോക്ടർമാരെ ശരിയായ ദിശയിൽ നടത്താൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് സാധിക്കണമെന്നും അലോപ്പതി ഡോക്ടർമാരുടെ അധാർമിക രീതികളെ വിമർശിച്ച കോടതി പറഞ്ഞു. ആരോപണങ്ങൾ പരിശോധിക്കുകയാണെന്നും സമഗ്രമായ മാറ്റമുണ്ടാകുമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ PS പട്വാലിയ മറുപടി നൽകി. അർബുദ പ്രതിരോധം ആൻറ്റിജൻ വികസിപ്പിച്ച് IISc. അർബുദകോശങ്ങളെ പ്രതിരോധിക്കുന്ന ആൻറ്റിബോഡികളുടെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്ന കൃത്രിമ ആൻറ്റിജൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് വികസിപ്പിച്ചു. സ്തനങ്ങൾ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി തുടങ്ങിയവയിലെ അർബുദത്തിനുള്ള മരുന്നുൽപ്പാദനത്തിന് ഇത് മുതൽക്കൂട്ടാകും. രക്തത്തിലെ പ്രോട്ടീനുമായി ഈ ആൻറ്റിജൻ കൂടിക്കലരുന്നതോടെയാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുക. അർബുദകോശങ്ങളുടെ പ്രതലത്തിൽ കാണുന്ന TN എന്ന കാർബോഹൈഡ്രേറ്റുകളെ പ്രയോജനപ്പെടുത്തിയാണ് IISc ഓർഗാനിക് കെമിസ്ട്രി വിഭാഗത്തിലെ ഗവേഷകർ കൃത്രിമ ആൻറ്റിജൻ വികസിപ്പിച്ചത്. ഗാസ യുദ്ധം 200 ദിവസം പിന്നിട്ടിട്ടും ശാന്തിയില്ല. സൈന്യം പിൻവാങ്ങിയ മേഖലകളിൽ വീണ്ടും കനത്ത ബോംബിംഗ്. കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് 35 മൃതദേഹങ്ങൾ കൂടി കിട്ടി. ഇസ്രായേൽ സൈന്യം നേരത്തെ പിൻവാങ്ങിയ വടക്കൻ മേഖലയിൽ അടക്കം ഗാസയിലെങ്ങും ഇസ്രായേൽ കനത്ത ബോംബാക്രമണം നടത്തി. ടാങ്കുകളിൽ നിന്ന് ഇടതടവില്ലാതെ ഷെല്ലാക്രമണവും തുടർന്നു. തെക്കൻ ഗാസയിലെ ബെയ്ത്ത ഹാനൂൻ, ജബാലിയ എന്നിവിടങ്ങളിലാണ് ഷെല്ലാക്രമണം രൂക്ഷം. അതിനിടെ ലെബനൻ അതിർത്തിയോട് ചേർന്ന ഇസ്രായേൽ സൈനിക താവളത്തിനു നേരെ ഹിസ്ബുല്ല ഡ്രോൺ ആക്രമണം നടത്തി. തിരിച്ചടിയിൽ ഹിസ്ബുല്ല പക്ഷത്തെ 2 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഇസ്രായേലിലെ 2 പട്ടണങ്ങളിൽ ഹമാസ് അനുകൂല ഇസ്ലാമിക് ജിഹാദ് റോക്കറ്റ് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. 4 മാസം മുൻപാണ് വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയത്. ഈ മാസം തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ നിന്നും സൈനികരിലേറെയും പിൻവാങ്ങി. ബോംബിംഗ് തുടരുന്നതിനാൽ സൈന്യം പിൻവാങ്ങിയ മേഖലകളിലേക്ക് തിരിച്ചെത്താൻ കഴിയാത്ത സ്ഥിതിയിലാണ് പലസ്തീൻകാർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 32 പേരാണ് കൊല്ലപ്പെട്ടത്. 59 പേർക്ക് പരിക്കേറ്റു. ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 34,183 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 77,143 പേർക്ക് പരിക്കേറ്റു. ഇതിനിടെ കഴിഞ്ഞ ദിവസം 200-ലേറെ പലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ലഭിച്ച ഖാൻ യൂനിസിലെ നാസർ ആശുപത്രി വളപ്പിൽ നിന്ന് 35 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. 3 കൂട്ടക്കുഴിമാടങ്ങളിൽ നിന്നായി ഒരാഴ്ചയ്ക്കിടെ 310 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇസ്രായേൽ സൈന്യം ബുൾഡോസറുകൾ ഉപയോഗിച്ച് മൃതദേഹങ്ങൾ അടക്കം ചെയ്തെന്നാണ് റിപ്പോർട്ട്. എന്നാൽ പലസ്തീൻകാരെ കൂട്ടത്തോടെ കുഴിച്ചു മൂടിയെന്നത് ഇസ്രായേൽ നിഷേധിച്ചു. മരിച്ചവരിൽ ബന്ദികളുണ്ടോ എന്നറിയാനായി ചില മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിക്കുകയും വീണ്ടും സംസ്കരിക്കുകയും ചെയ്തെന്നാണ് വിശദീകരണം. നാസർ, അൽ-ഷിഫ ആശുപത്രികളിൽ നടന്ന അതിക്രമങ്ങൾ ഭയാനകമാണെന്ന് UN മനുഷ്യാവകാശ വിഭാഗം മേധാവി ഫോക്കർ ടർക്ക് പറഞ്ഞു. അതേസമയം ഖാൻ യൂനിസിന് സമീപം ഇസ്രായേൽ സൈന്യം റഫേൽ നിന്ന് ഒഴിപ്പിക്കുന്നവരെ പാർപ്പിക്കാനായി താൽക്കാലിക കൂടാരങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയെന്നും റിപ്പോർട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ ക്രിയേറ്റീവ് ക്ലാസ് മുറി പദ്ധതി 600 സ്കൂളുകളിൽ വയറിങ്, പ്ലംബിങ്, കൃഷിയടക്കം 8 ഇനങ്ങളിൽ പരിശീലനം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ക്രിയേറ്റീവ് ക്ലാസ് മുറി വരുന്നു. വിജ്ഞാനവും തൊഴിലും രണ്ടായി കാണേണ്ടതില്ലെന്ന അവബോധം സൃഷ്ടിക്കുക, നൈപുണ്യ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെ 600 സ്കൂളുകളിലാണ് ക്രിയേറ്റീവ് കോർണർ സ്ഥാപിക്കുക. 15-20 വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളുന്ന ക്ലാസ് മുറിയാണ് ഇത്.
ആദ്യഘട്ടത്തിൽ 300 UP സ്കൂളുകളിൽ ക്രിയേറ്റീവ് കോർണർ വരും. തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ, 32. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയിലൂടെയാണ് കോർണർ സ്ഥാപിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് നടത്തുന്ന പദ്ധതിയിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സഹകരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിൽ സ്ഥാപിക്കുന്ന ക്രിയേറ്റീവ് കോർണർ പ്രദേശത്തെ മറ്റ് വിദ്യാലയങ്ങൾക്കും പ്രയോജനപ്പെടുത്താം. അധ്യാപകർക്ക് AI പരിശീലനം. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ സെക്കൻഡറി തലം മുതലുള്ള അധ്യാപകർക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സാങ്കേതിക ഏജൻസിയായ കൈറ്റ് പ്രായോഗിക പരിശീലനം നൽകുന്നു. മെയ് 2 മുതൽ ആരംഭിക്കുന്ന 3 ദിവസത്തെ പരിശീലനം പല ബാച്ചുകൾക്കായി ഓഗസ്റ്റ് വരെ നീളും. 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ 80,000-ഓളം അധ്യാപകർ പങ്കെടുക്കുമെന്ന് കൈറ്റ് CEO A. അൻവർ സാദത്ത് അറിയിച്ചു. ശുഭദിനം. നന്ദി.